കുറേ കാലമായിട്ട് ഒരാളെ കാണുമ്പോൾ എന്ത് പറയും? എടാ കുറേ കാലമായല്ലോ കണ്ടിട്ട്, എങ്ങനെയുണ്ട് എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഇന്ന് നമ്മൾ ഇംഗ്ലീഷിൽ വളരെ കാഷ്വലായിട്ട് നമ്മൾ നിത്യജീവിതത്തിൽ എളുപ്പം ഉപയോഗിക്കാൻ പറ്റിയ, ഈസി ആയിട്ട് പറയാൻ പറ്റിയ കുറച്ച് ഫ്രേസസ് ആണ് പഠിക്കാൻ പോണത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഒരാളെ കാണുമ്പോൾ എന്ത് പറയും? ഹലോ കുറേ കാലമായല്ലോ കണ്ടിട്ട്, അല്ലേ, എവിടെ ആയിരുന്നു എന്നൊക്കെ ചോദിക്കണമെങ്കിൽ ഇംഗ്ലീഷിൽ നമുക്ക് പറയാം ലോങ് ടൈം നോ സീ. അപ്പോൾ നമ്മൾ ഇതിനെന്തോ ഒരു ഗ്രാമർ മിസ്റ്റേക്ക് ഉള്ള പോലെ ഒരു ഉണ്ടല്ലോ, എന്തോ ഒരു പ്രശ്നം അല്ലേ? കുഴപ്പമില്ല, നമുക്കിങ്ങനെ പറയാം. ശരിക്കും ഇത് കോമൺ ആയിട്ട് ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നൊരു ഫ്രേസാണ് ലോങ് ടൈം നോ സീ. കുറേ കാലമല്ലോ കണ്ടിട്ട്. ഓക്കെ, അപ്പോൾ ഇനി ആരെങ്കിലും നിങ്ങൾ കുറേ കാലമായിട്ട് കാണുമ്പോൾ ലോങ് ടൈം നോ സീ എന്ന് ധൈര്യസമേതം പറഞ്ഞോളൂ കേട്ടോ. അപ്പോൾ എവിടെ ഉപയോഗിക്കുക? കുറേ കാലമായിട്ട് ഒരാളെ കണ്ടില്ല, എന്നിട്ട് അയാളെ കാണുമ്പോൾ. അപ്പോൾ ഇനി മറക്കില്ലല്ലോ അത്. അടുത്തത്, അപ്പോൾ ഒരു സെൻറ്റൻസ് കൂടെ പഠിക്കാം. എടാ കുറേ കാലമല്ലേ കണ്ടിട്ട്, എങ്ങനെ ഇരിക്കണോ എന്ന് ചോദിക്കില്ലേ? അതെങ്ങനെ ചോദിക്കും? ലോങ് ടൈം നോ സീ, ഹൗ ഹാവ് യു ബിൻ? ഹൗ ഹാവ് യു ബിൻ? ലോങ് ടൈം നോ സീ, ഹൗ ഹാവ് യു ബിൻ? ഹൗ ഹാവ് യു ബിൻ? ഇത് നമ്മൾ പാട്ട് പോലെ പഠിച്ചു വെക്കണം. ഹൗ ഹാവ് യു ബീൻ എന്ന് ആ സമയത്ത് ആലോചിച്ച് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മളത് പറയില്ല. എൻ്റെ കൂടെ പറഞ്ഞു നോക്കൂ, ഹൗ ഹാവ് യു ബിൻ. ഈ ബീനിനെ നമ്മൾ ബീനിന്ന് എടുത്ത് നീട്ടി വലിച്ച് പറഞ്ഞാൽ ചിലപ്പോൾ ആ സമയത്ത് ബുദ്ധിമുട്ടാവും. ബിൻ എന്ന് പറഞ്ഞാൽ മതി. ഈ ബീനിന് രണ്ട് പ്രൊനൗൺസിയേഷൻ ഉണ്ട്. ഒന്ന് ബീൻ നീട്ടി പറയാം, അല്ലെങ്കിൽ കുറുക്കി ബിൻ എന്ന് പറയാം. ഓക്കെ, ഡസ്റ്റ് ബിൻ എന്നൊക്കെ പറയില്ല, അതുമാതിരി ബിൻ എന്നുള്ളൊരു പ്രൊനൗൺസിയേഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞതല്ല, ശരിക്കും ഉള്ളത് തന്നെയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പറയാം നമുക്ക്. അങ്ങനെ പറയുമ്പോൾ എളുപ്പം സ്വാഭാവികമായിട്ട് പറയാൻ പറ്റും. ഹൗ ഹാവ് യു ബിൻ? ഒരിക്കൽ എൻ്റെ കൂടെ, ഹൗ ഹാവ് യു ബിൻ? ഹൗ ഹാവ് യു ബിൻ? ഓക്കെ, ലോങ് ടൈം നോ സീ, ഹൗ ഹാവ് യു ബിൻ? പറയൂ അത് ആരുടെങ്കിലും. ഇനി അടുത്തത്, നമ്മൾ എവിടെയാണ്? തീരെ പ്രതീക്ഷിക്കാത്തൊരു സ്ഥലത്ത്, ഒരു എന്താ പറയുക, ആരും പോകാത്തൊരു റെസ്റ്റോറൻറ്റിൽ നമ്മൾ പോയി എന്ന് വിചാരിക്കുക. വീടിൻ്റെ അടുത്തൊന്നുമല്ല, കുറേ ദൂരെ. അവിടെ ഒന്നും അങ്ങനെ ആരും പോകാറില്ല. നമുക്ക് പിന്നെ എന്തൊരു ആവശ്യത്തിന് അവിടെ ഒരു വേറൊരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി പോയി. അപ്പോൾ അവിടെ ഉണ്ട് ഇതേ നമ്മുടെ മറ്റേ ഫ്രണ്ട്. അപ്പോൾ നമ്മൾ നീയാ എന്താ അവിടെ എന്നുള്ള രീതിയിൽ നമ്മളൊരു സർപ്രൈസ് ഉണ്ടാവില്ലേ? അപ്പോൾ ചോദിക്കാൻ പറ്റിയ സംഭവമാണ്, അല്ല അപ്പം പറയാൻ പറ്റിയ സംഭവമാണ് ഫാൻസി സീയിങ് യു ഹിയർ. ഫാൻസി സീയിങ് യു ഹിയർ, അതിൻ്റെ അർത്ഥം അപ്പുറത്ത് നിൽക്കുന്ന ആളുടെ പേര് എന്താണ്? ഫാൻസി ആണെന്നല്ല, ഇതൊരു പ്രയോഗമാണ്. ഇപ്പോൾ ഒരു കപ്പ് ഓഫ് കോഫി വേണമെങ്കിൽ ഫാൻസി എ കപ്പ എന്ന് പറയാറുണ്ട്. ഫാൻസി എ കപ്പ് ഓഫ് കോഫിയുടെ ചുരുക്കമാണ് ഫാൻസി എ കപ്പ. അപ്പോൾ അതുപോലെ തന്നെ കപ്പ വേണമെന്നല്ല. എനിക്കറിയാം ആരെങ്കിലും ഇപ്പോൾ വിചാരിച്ചിട്ടുണ്ടാവും കപ്പ വേണമെന്നാണെങ്കിലോ ഇങ്ങനെ ചോദിക്കാൻ പറ്റുമോ? കപ്പ വേണമെന്നാണെങ്കിലും നമുക്കിങ്ങനെ ചോദിക്കാം, ഫാൻസി സം കപ്പ, അങ്ങനെ ചോദിക്കാം. ഞാൻ പറയണത് ഇവിടെ ഫാൻസി സീയിങ് യു ഹിയർ, ഇവിടെ കാണുന്നത് ഒരു അത്ഭുതമാണല്ലോ എന്നുള്ള രീതിയിൽ. അത് അതിന് മലയാളത്തിൽ കൃത്യമായിട്ട് ഇങ്ങനെയാണ് പറയാമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. സാഹചര്യം മനസ്സിലായില്ലേ? അല്ലെങ്കിൽ ഇതിനേക്കാൾ നല്ലൊരു സാഹചര്യം ഞാൻ പറഞ്ഞുതരാം. ജിമ്മിൻ്റെ 7 അയലത്തെ പോവാത്ത, രാവിലെ 12 മണി വരെ ഉറങ്ങുന്ന, ഉച്ചയ്ക്ക് 12 മണി വരെ ഉറങ്ങുന്ന ഒരു സുഹൃത്തുണ്ട് നിൽക്കുന്നു ചോദിച്ചോ. നിങ്ങളാണെങ്കിൽ ഭയങ്കര വർക്കൗട്ട് വീരനാണ്. അപ്പോൾ ജിമ്മിൽ പോയപ്പോൾ അവനോ അവളോ അവിടെ നിൽക്കണു. അപ്പോൾ നിങ്ങൾ ഫാൻസി സീയിങ് യു ഹിയർ, നീ എന്താ നന്നായോ എന്നൊക്കെയുള്ളൊരു ധ്വനി അവിടെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഫാൻസി സീയിങ് യു ഹിയർ എന്ന് പറഞ്ഞ ശേഷം ഐ ഡിഡ്ന്റ് നോ യു കെയിം ടു ദിസ് ജിം, നീ ഈ ജിമ്മിലേക്കാണ് വരണ കാര്യം എനിക്ക് അറിയണ്ടായിരുന്നില്ല കേട്ടോ എന്ന് പറയാം. അപ്പോൾ ഇതൊക്കെ മറക്കരുത് കേട്ടോ. ഫാൻസി സീയിങ് യു ഹിയർ, അതാണ് നമ്മൾ പഠിച്ച ഫ്രേസ്. അടുത്തത്, എങ്ങനെയുണ്ട് കാര്യങ്ങളൊക്കെ പോകണോ, എങ്ങനെയുണ്ട് ജീവിതമൊക്കെ സുഖമാണോ എന്നാണ് അടുത്ത് ചോദിക്കേണ്ടത്. എങ്ങനെ ചോദിക്കുക? പല രീതിയിൽ ചോദിക്കല്ലേ. ഹൗസ് ഇറ്റ് ഗോയിങ് എന്ന് ചോദിക്കാം. ഇനിയിപ്പോൾ നമുക്കൊന്ന് മാറ്റി പിടിക്കണമെങ്കിൽ പുതിയൊരു ഫ്രേസ് പഠിക്കാം. ഹൗസ് ലൈഫ് ട്രീറ്റിംഗ് യു? ലൈഫ് നിന്നെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത്? ലൈഫ് ആരോ ഒരാളെ പോലെ അല്ലേ, അങ്ങനെയാണത് ചോദിക്കുന്നത് അല്ലേ. നിൻ്റെ ബോസ് നിന്നെ എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കണമെങ്കിൽ ഇങ്ങനെയല്ലേ ചോദിക്കുക. അതേപോലെ തന്നെ ഹൗസ് ലൈഫ് ട്രീറ്റിംഗ് യു, ഒരു മയത്തിലൊക്കെയാണോ ട്രീറ്റ് ചെയ്യുന്നത്? ഹൗസ് ലൈഫ് ട്രീറ്റിംഗ് യു. ഈ ഹൗസ് എന്താ സംഭവം? എനിക്ക് എല്ലാം ഇന്ന് കോമഡി തോന്നുന്നു. ഹൗസ് എന്ന് പറഞ്ഞാൽ വീട് എന്നുള്ള അർത്ഥമല്ല, അത് HOUSE. ഇത് ഹൗസ് അങ്ങനെ പറയാം. ഹൗസ് ലൈഫ് ട്രീറ്റിംഗ് യു. അയ്യോ ഞാൻ ഈ കോമഡി പറയുന്നുണ്ട്, വീഡിയോ കാണാണ്ട് പോരുതേ. ഞാൻ കുറച്ചുകൂടെ സീരിയസ് ആവാട്ടോ. എന്താണെന്നറിയില്ല, എന്ത് കഴിച്ചോണ്ടെന്നറിയില്ല, ഇന്ന് ഭയങ്കര കോമഡി. എന്ത് കേട്ടാലും എന്തൊക്കെയോ വേറെ ചിന്തിച്ച് പോവാം. ഹൗസ് ലൈഫ് ട്രീറ്റിംഗ് യു. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് പറയാം. ഹലോ കുഞ്ഞുഞ്ഞു, എങ്ങനെയുണ്ട് ജീവിതമൊക്കെ? ഹേയ് കുഞ്ഞുഞ്ഞു, ഹൗസ് ലൈഫ് ട്രീറ്റിംഗ് യു ദീസ് ഡേയ്സ് എന്ന് ചോദിക്കാം.
അത് ചോദിക്കണ്ട കേട്ടോ, പാവം കുഞ്ഞു കുഞ്ഞ്. ബുദ്ധിമുട്ടിലാണെങ്കിൽ നമ്മളങ്ങനെ ചോദിക്കാൻ നിൽക്കരുത്. നല്ല രീതിയിലാണ് പൊക്കോണ്ടിരിക്കണതെന്ന് വെച്ചാൽ നമുക്ക് ചോദിക്കാം അല്ലേ. ഓക്കെ, അടുത്തത്. നമ്മൾ ഒരാളെ കുറച്ച് കാലമായിട്ട് നമ്മൾ കോളേജിലോ സ്കൂളിലോ പഠിക്കുമ്പോൾ കണ്ടൊരാൾ, പരിചയമുള്ള നമ്മുടെ കൂടെയുള്ള ഒരാൾ, പിന്നെ കുറേ കാലം കഴിഞ്ഞ് നമ്മളൊക്കെ ഇങ്ങനെ മീശയൊക്കെ വെച്ച് ജീവിതം തുടങ്ങി, പ്രാരാബ്ദങ്ങൾ തുടങ്ങി. അപ്പോഴാണ് നമ്മൾ ഈ സുഹൃത്തിനെ വീണ്ടും കാണുന്നത്. അപ്പോൾ നമ്മൾ നീ ഇപ്പം എന്താടാ ചെയ്യണേ എന്ന് ചോദിക്കില്ലേ. എടാ നീനെ കണ്ടതിൽ സന്തോഷം, അതെവിടെ വെച്ചാൽ കാണുന്നതനുസരിച്ച് പറയണം അതിൻ്റെ ഫ്രേസ്. അത് കഴിഞ്ഞ് നീ ഇപ്പം എന്താ ചെയ്യണേ, എന്താ നിൻ്റെ പരിപാടി എന്നൊക്കെ ചോദിക്കില്ലേ. അതെങ്ങനെ ചോദിക്കും? അപ്പോൾ കുറച്ച് സ്റ്റൈലായിട്ട് വേണമെങ്കിൽ വേറെ ആർ യു വർക്കിംഗ് എന്നൊക്കെ ഡയറക്റ്റായിട്ട് ചോദിക്കാം. പക്ഷെ നമ്മളങ്ങനെ ചോദിക്കരുതല്ലോ, അതിനല്ലേ നമ്മളിത് പഠിക്കണേ. അപ്പോൾ കുറച്ച് സ്റ്റൈലായി ചോദിക്കണമെങ്കിൽ വാട്ട് ഹാവ് യു ബീൻ അപ് ടു, വാട്ട് ഹാവ് യു ബീൻ അപ് ടു, എന്താ ഇപ്പം ഈയിടെയായിട്ട് നീ ചെയ്യണത് എന്നുള്ള അർത്ഥമാണത്. വാട്ട് ഹാവ് യു ബീൻ അപ് ടു. എന്തിനാണ് ഇപ്പം ഇത്രയൊക്കെ വേർഡ്സ് ഇല്ല അതിൻ്റെ ഉള്ളിൽ? അങ്ങനെ പറയാറുണ്ട്, വളരെ കോമണായി പറയുന്നൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പഠിപ്പിക്കുന്നത് കേട്ടോ. വാട്ട് ഹാവ് യു ബീൻ അപ് ടു, എന്തൊക്കെയാണ് നിൻ്റെ പരിപാടികൾ, അതാണ് ഇതിൻ്റെ അർത്ഥം. വാട്ട് ഹാവ് യു ബീൻ അപ് ടു. കണ്ടോ, ഇത് പറയുമ്പോൾ ഇത് എന്തിനാണ് ഇത്രയധികം വാക്കുകളും തോന്നും. പക്ഷേ പാട്ട് പോലെ അങ്ങ് പഠിക്കുന്നതാണ് ഇതൊക്കെ നല്ലത്. നമ്മൾ ഹൗ ആർ യു എന്നൊക്കെ പറയില്ലേ, ഹൗ ആർ യു എന്നൊന്നും ആലോചിച്ച് പറയില്ലല്ലോ. അതുപോലെ എല്ലാ ദിവസവും ഈ സെൻറ്റൻസുകളൊന്ന് രാവിലെ ഭാര്യയോടോ അല്ലെങ്കിൽ ഭർത്താവിനോടോ ഒന്ന് പറഞ്ഞ് ശീലിച്ച് പുറത്തേക്ക് ഇറങ്ങിപ്പോയാൽ അതൊക്കെ കിട്ടും വായിൽ. ഇതൊക്കെ ഒരു വായിലങ്ങനെ വരേണ്ട സംഭവങ്ങളാണ് കേട്ടോ. വാട്ട് ഹാവ് യു ബീൻ അപ് ടു. ഓക്കെ, അടുത്തത്. നമ്മളിനിയിപ്പോൾ നമ്മളോട് ഇതിങ്ങനെ ഒരാൾ ചോദിച്ചു, എടാ വാട്ട് ഹാവ് യു ബീൻ അപ് ടു എന്നൊക്കെ. അപ്പോൾ നമ്മൾ വലിയ കുഴപ്പമൊന്നുമില്ലാതെ തട്ടിമുട്ടി ഇങ്ങനെ പോകണു എന്നൊക്കെ പലപ്പോഴും നമ്മൾ പറയാറുണ്ട്. ചിലപ്പോൾ ഭയങ്കര ലാവിഷ് ലൈഫായിരിക്കും, എന്നായിരിക്കും ചേട്ടാ ഇങ്ങനെ തട്ടിമുട്ടി പോണൂടാ എന്നൊക്കെ പറയൂലേ. അപ്പോൾ എങ്ങനെയത് പറയാം? കാൺ കംപ്ലെയിൻ, വലിയ കുഴപ്പമൊന്നുമില്ല, കംപ്ലെയിൻ ഒന്നും ചെയ്യാനും മാത്രമില്ല. ഈ ഭയങ്കര ലക്ഷൂറിയസ് ലൈഫൊക്കെ ഉള്ളപ്പോഴാണ് പലപ്പോഴും പലരും ഇങ്ങനെ പറയുക. സത്യാവസ്ഥ ആൾക്കാർക്ക് എന്തോ പറയാനൊരു താല്പര്യമില്ല. നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ ചോദിച്ചാൽ അങ്ങനെ തട്ടിമുട്ടിയും പോകണം എന്ന് പറയും. വളരെ കഷ്ടപ്പാടിൽ ജീവിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഒന്നും പറയണ്ട, ലാവിഷ് ലൈഫാണിപ്പോൾ, ഒരു കുഴപ്പമില്ല, നന്നായി പോകണമെന്ന് പറയും അല്ലേ. അങ്ങനെ ഒരു എന്തോ സത്യം പറയുന്ന ഒരു ഇത്തിരി ബുദ്ധിമുട്ടുള്ള ഒരു രീതിയിലേക്കാണ് നമ്മുടെ ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തോ അത് പറഞ്ഞ് എന്തോ ഒരു പ്രശ്നം വരാൻ പോകുന്നത് പോലെ. അതുകൊണ്ട് തന്നെ കാൺ കംപ്ലെയിൻ എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ വിചാരിക്കും എന്താണോ അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ എല്ലാം കുഴപ്പമില്ലാണ്ട് പോകണോ എന്ന് തന്നെയാണ് അർത്ഥം കേട്ടോ. കാൺ കംപ്ലെയിൻ, ഒന്നും കംപ്ലെയിൻ ചെയ്യാനില്ല, എല്ലാം നന്നായി പോകണമെന്നാണ് അർത്ഥം. അപ്പോൾ ഇനി നിങ്ങളുടെ അടുത്ത് ഞാൻ ചോദിക്കുകയാണ്, എങ്ങനെയുള്ള ജോലിക്ക് എങ്ങനെ പോകണു എങ്ങനെ ചോദിക്കും? ഹൗസ് വർക്ക് ഗോയിങ്, ഹൗസ് വർക്ക് ഗോയിങ്. അപ്പം ഹൗ ഇസ് ചുരുങ്ങിയിട്ട് ഹൗസ്, നമ്മുടെ ഹൗസ് വർക്ക് ഗോയിങ്. എങ്ങനെ പോകണു ജോലിയൊക്കെ? കാൺ കംപ്ലെയിൻ, കംപ്ലെയിൻ ചെയ്യാനൊന്നുമില്ല, നന്നായി പോകണം, അതാണ് കാൺറ്റ് കംപ്ലെയിൻ. അടുത്തത്, നമ്മൾ ഇനി കുറച്ച് പ്ലാൻസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളെങ്ങനെയാണ്, കുറച്ച് പ്ലാനിങ്ങുകളൊക്കെ ചെയ്യുമ്പോൾ എങ്ങനെയാണ് കുറച്ച് ഫ്രേസസ് നമുക്ക് ഉപകാരത്തിൽ വരുന്നത് പഠിച്ചു വയ്ക്കാൻ നോക്കാം. ആരെങ്കിലും നിങ്ങളോട് ചോദിക്കുകയാണ്, ഫ്രീ ആണോ, വീക്കെൻഡ് ഫ്രീ ആണോ, എങ്ങനെ ചോദിക്കും? ഇപ്പോൾ നമ്മളൊരു ഗെറ്റ് ടുഗെദർ വയ്ക്കുകയാണ്. ഇപ്പം അങ്ങനെയാണല്ലോ, ഗെറ്റ് ടുഗെദർ എന്ന് വെച്ചാൽ ഒത്തുചേരൽ, അതാണ് ഗെറ്റ് ടുഗെദർ. ഫാമിലി ഗെറ്റ് ടുഗെദർ അല്ലെങ്കിൽ ക്ലാസ്മേറ്റ്സിൻ്റെ ഗെറ്റ് ടുഗെദർ, ഇതൊക്കെ വെക്കുകയാണ്. അപ്പോൾ എടാ വീക്കെൻഡ് ഫ്രീ ആണോ എന്നിങ്ങനെ ചോദിക്കും. ആർ യു ഫ്രീ ദിസ് വീക്കെൻഡ്, ആർ യു ഫ്രീ ദിസ് വീക്കെൻഡ്. ഈ വീക്കെൻഡ് ഫ്രീ ആണോടാ, ആർ യു ഫ്രീ ദിസ് വീക്കെൻഡ്, വി ആർ പ്ലാനിങ് എ ഗെറ്റ് ടുഗെദർ. ഞങ്ങളൊരു ഗെറ്റ് ടുഗെദർ പ്ലാൻ ചെയ്യാണ്, വരുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട്. സിമ്പിളായിരുന്നില്ലേ? ഇനിയിപ്പോൾ നമ്മളൊരാളെ കണ്ട് സംസാരിക്കുക, എന്നിട്ട് നമ്മൾ പറയാണ്, ഇപ്പോൾ കുറച്ച് ധൃതിയുണ്ട്, അപ്പോൾ നമുക്ക് ഒന്നുകൂടെ കണ്ടിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ വിശദമായിട്ട് സംസാരിക്കാം, കുറേ കാര്യമുണ്ട് പറയാൻ. പണ്ടത്തെ കോളേജിലെ വിശേഷങ്ങൾ, അത് കഴിഞ്ഞ് ഞാൻ കല്യാണം കഴിച്ചത്, പിന്നെ കുട്ടികളുടെ കാര്യങ്ങളെല്ലാം പറയണ്ട എനിക്ക്. അപ്പോൾ നമുക്കൊന്ന് വിശദമായിട്ട് കൂടാം എന്ന് പറയില്ലേ? അതിനെന്ത് പറയും? ലെറ്റ്സ് ക്യാച്ച് അപ്പ് സൂൺ, ലെറ്റ്സ് ക്യാച്ച് അപ്പ് സൂൺ. എടാ അതിനെ കണ്ടതിൽ ഭയങ്കര സന്തോഷം കേട്ടോ, നമുക്ക് കൂടാം കേട്ടോ. ഇറ്റ് വാസ് ഗ്രേറ്റ് സീയിങ് യു, ലെറ്റ്സ് ക്യാച്ച് അപ്പ് സൂൺ. നമുക്ക് കൂടാട്ടോ അടുത്ത് തന്നെ, ലെറ്റ്സ് ക്യാച്ച് അപ്പ് സൂൺ. ഇഷ്ടമായത്? ക്യാച്ച് അപ്പ് സൂൺ സിമ്പിളല്ലേ? നമ്മൾ നേരത്തെ പഠിച്ചില്ലേ, വാട്ട് ഹാവ് യു ബീൻ അപ് ടു. അത്രയൊന്നും കഷ്ടപ്പാടില്ലാത്തൊരു സിമ്പിൾ സംഭവമാണ് ലെറ്റ്സ് ക്യാച്ച് അപ്പ് സൂൺ. ഇനിയിപ്പോൾ നമ്മൾ നമ്മുടെ ഇങ്ങനെ ഒരു സുഹൃത്ത്, വല്ലപ്പോഴൊന്ന് ഒരു കോഫിയൊക്കെ കുടിക്കാം അല്ലേ, നല്ലൊരു മനുഷ്യനാന്ന് തോന്നുന്നു, കുറച്ചുകൂടെ ഒന്ന് സൗഹൃദമൊക്കെ സ്ഥാപിക്കാൻ നമുക്കൊരാഗ്രഹമുണ്ട്. അപ്പോൾ എന്താ ചെയ്യുക? ഒരു കാപ്പി കുടിക്കുമ്പോൾ പോകാൻ വിളിക്കുകയാണെങ്കിൽ കാപ്പിക്ക് ക്ഷണിക്കാം എന്ന് വിചാരിക്കില്ലേ? എപ്പോഴാണ് കാപ്പിക്ക്? വീട്ടിൽ കാപ്പിക്ക് വിളിക്കുന്ന കാര്യമല്ല ഞാൻ പറയണത്, ഓഫീസിൽ നിങ്ങളിവിടെ ഇരുന്ന് പണിയെടുക്കുക. അപ്പോൾ നമ്മൾ അപ്പുറത്തെ ഓഫീസിൽ അല്ലെങ്കിൽ അപ്പുറത്തെ ഒരു റൂമിൽ നല്ലൊരു മനുഷ്യനുണ്ട്, നല്ല ചങ്ങായി,
പാവാന്ന് തോന്നുന്നു. പിന്നെ എൻ്റെ വീട് ചെർപ്പളശ്ശേരി ആ ഭാഗത്ത് തന്നെയാണ്, എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണെന്ന് തോന്നുന്നു എന്നുള്ള ഒരു രീതിയിൽ നമ്മൾ സംസാരിക്കണേ. ഞാൻ ചെർപ്പളശ്ശേരി മനസ്സിലായോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും റെഫറൻസ് കിട്ടിയോ? ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഏതാണ് മന്നാർമത്തായി ആണോ റാംജിറാവു അല്ലേ അതിൽ കുറച്ച് സീൻസ് കണ്ടിരുന്നിരുന്നു യൂട്യൂബിൽ. അപ്പോഴാണ് ചെർപ്പളശ്ശേരി റെഫറൻസ് എനിക്ക് കിട്ടിയത്. അപ്പോൾ അപ്പോൾ ഞാനും എൻ്റെ വീടും അതിൻ്റെ അടുത്ത് തന്നെയാണ്. അപ്പോൾ അവിടെയുള്ള ആൾക്കാരൊക്കെ നല്ലതാണെന്നുള്ള ഉദ്ദേശത്തിൽ നമ്മൾ പറയാണ്, ഒരു കാപ്പി കുടിച്ചാലോ നമുക്ക് എപ്പോഴേലും. അതെങ്ങനെ പറയും? ഒരു കാപ്പി കുടിക്കാം നമുക്ക് എപ്പോഴേലും. കാപ്പി കുടിക്കാന്ന് വെച്ചാൽ കാപ്പിയുടെ ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടല്ല, നമ്മളൊന്ന് ഇൻവൈറ്റ് ചെയ്യാണ് കാഷ്വലായിട്ട്. അപ്പോൾ എങ്ങനെ പറയാം? ഹൗ അബൌട്ട് വി ഗ്രാബ് എ കോഫി സം ടൈം, വി ഡ്രിങ്ക് സം കോഫി സം ടൈം എന്ന് പറഞ്ഞാൽ എന്താ പ്രശ്നം? അങ്ങനെ പറഞ്ഞൂടെ? കുടിക്കുകയല്ലേ, ഗ്രാബിന് പകരം ഡ്രിങ്ക് ഉപയോഗിക്കാമോ എന്നൊരാളിപ്പോൾ ടൈപ്പ് ചെയ്യുന്നുണ്ടാവും, അല്ലെങ്കിൽ സംശയം ഇപ്പോൾ ഉദിച്ചിട്ടുണ്ടാവും. ഞാൻ പറഞ്ഞുതരാം. ഡ്രിങ്ക് എന്ന് വെച്ചാൽ ഒരു കാപ്പി കുടിക്കാം എന്നുള്ള അർത്ഥം തന്നെയാണ്. പക്ഷേ ഇവിടെ നമ്മൾ കുറച്ചുകൂടെ കാഷ്വലായിട്ട് നമുക്കൊരു കാപ്പി കുടിക്കാൻ പോവാം എന്നുള്ള അർത്ഥമാണ്. അല്ലാതെ ഒരുമിച്ച് കാപ്പി കുടിക്കുന്നതിലേ സന്തോഷമല്ലല്ലോ, ആ കുടിക്കുക എന്നുള്ള പ്രവൃത്തിയിൽ സന്തോഷമല്ലല്ലോ. മനസ്സിലായോ? കാപ്പി ഇനിയിപ്പോൾ നമ്മൾ പകുതി കുടിച്ചവിടെ വെച്ചാലും നമ്മുടെ സംഭവം എന്താ? ഇൻവൈറ്റ് ചെയ്യുക അല്ലേ? അവിടെയാണ് എൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ നമ്മളത് കാഷ്വലായി പറയുന്നതാണ് നല്ലത്. എങ്ങനെ? ഹൗ അബൌട്ട് വി ഗ്രാബ് എ കോഫി സം ടൈം. അപ്പോൾ ഗ്രാബ് എന്ന് പറഞ്ഞാൽ എന്താ? ഇങ്ങനെ ഗ്രാബ് ചെയ്യുക, എന്തെങ്കിലും സാധനം പിടിച്ചിങ്ങനെ വാങ്ങിക്കുക അല്ലെങ്കിൽ പിടിച്ചെടുക്കുക, അതൊക്കെയാണ് ഗ്രാബ്. പക്ഷേ ആ അർത്ഥം അല്ല കേട്ടോ ഇവിടെ. ഒരു കോഫി കുടിക്കാൻ പോവാം എന്നുള്ള ഒരു അർത്ഥമാണ് ഇവിടെ കേട്ടോ. നമ്മൾ ഈ വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും സൂക്ഷിച്ച് വേണം. അപ്പോൾ നമുക്ക് പലപ്പോഴും തോന്നും, ഞാൻ ഗ്രാബ് ചെയ്യണോ കോഫി, ഇവനത് ഇഷ്ടപ്പെടുമോ ഞാൻ അവൻ്റെ കോഫി ഗ്രാബ് ചെയ്താൽ, അല്ലെങ്കിൽ വേറെ ആളുടെ കോഫി ഗ്രാബ് ചെയ്താൽ എന്നൊന്നും ചിന്തിക്കരുത്. ഹൗ അബൌട്ട് വി ഗ്രാബ് എ കോഫി സം ടൈം. മനസ്സിലായോ? ചളി കൂടുന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ, ചളി കുറയ്ക്കാം. ഓക്കെ, അടുത്തത് നമ്മൾ ഹൗ അബൌട്ട് വി ഗ്രാബ് എ കോഫി സം ടൈം എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കാം. അപ്പോൾ നിങ്ങൾ വിനി വിളിച്ചതല്ലേ, പോയി കളയാം എന്ന് പറഞ്ഞിട്ട് ശരിയെന്ന് പറയാം. അപ്പോൾ എങ്ങനെ പറയും ശരിയെന്ന്? ഓക്കെ എന്ന് പറയുന്നതൊക്കെ പണ്ടത്തെ ഫാഷനല്ലേ, നമുക്ക് പുതിയത് പഠിക്കാം. ഞാൻ റെഡിയാണ് കേട്ടോ എന്ന് പറയുകയാണെങ്കിൽ ഐ എം റെഡി എന്നും പറയാം. പക്ഷെ നമുക്ക് പുതിയൊരു ഫ്രേസ് പഠിക്കാം. ഐ എം അപ്പ് ഫോർ ഇറ്റ്. ഐ എം അപ്പ് ഫോർ ഇറ്റ്. ഞാൻ അതിന് റെഡിയാണ് എന്നാണ് അർത്ഥം. ഐ എം അപ്പ് ഫോർ ഇറ്റ്. ഞാൻ റെഡിയാണ്. ഐ എം അപ്പ് ഫോർ ഇറ്റ് ആണ്. നമ്മൾ പണ്ടൊക്കെ ഇങ്ങനെ കൃത്യമായ ആ വാക്കുകൾ ഉപയോഗിച്ച് പഠിച്ചു. ഇപ്പം നമ്മൾ കാഷ്വലായിട്ട് നോർമൽ കോൺവെർസേഷനിൽ നമുക്ക് ഉപയോഗിക്കാവുന്ന ഫ്രേസസാണ് പഠിക്കുന്നത്. ആ കാര്യം ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ഇത് കൊണ്ടുപോയിട്ട് ബോസിൻ്റെ അടുത്ത് ചോദിക്കരുത്. നമ്മൾ കാഷ്വലായിട്ട് നമുക്ക് പരിചയമുള്ളവരും അങ്ങനെ കുറച്ച് സിമ്പിളായിട്ട് കാഷ്വലായിട്ട് ഉപയോഗിക്കേണ്ട ഫ്രേസാണ്. ഇനി ഒരു തവണ കൂടെ കാഷ്വൽ എന്ന് പറഞ്ഞാൽ ആർക്കെങ്കിലും ദേഷ്യം പിടിക്കും. ഓക്കെ, അടുത്തത്. അല്ല, ഐ എം അപ്പ് ഫോർ ഇറ്റ് എങ്ങനെ ഉപയോഗിക്കാമെന്ന് ഞാൻ ഒരു ഇത് പറയാം. അപ്പോൾ നിങ്ങൾ ഐ എം അപ്പ് ഫോർ ഇറ്റ് എന്ന് ഉത്തരം പറയണേ. ഡു യു വോണ്ട് ടു ഗോ ടു ബീച്ച് ദിസ് സൺഡേ? സൺഡേ നല്ല വെതറാണ്, നല്ല എന്താ പറയുക, അധികം ചൂടൊന്നുമില്ല. അപ്പോൾ ബീച്ചിലേക്ക് പോരണോ എന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചു. ഓക്കെ, ഡു യു വോണ്ട് ടു ഗോ ടു ദ ബീച്ച് ദിസ് സൺഡേ? ഉത്തരം പറഞ്ഞോളൂ. പറയൂ, എന്താ പറയണ്ടേ? ഐ എം അപ്പ് ഫോർ ഇറ്റ്. ഓക്കെ, ഒന്നുകൂടെ. ഡു യു വോണ്ട് ടു ഗോ ടു ദ ബീച്ച് ദിസ് സൺഡേ? അടിപൊളി. ഐ എം അപ്പ് ഫോർ ഇറ്റ്. അടുത്തത്, നിങ്ങൾക്ക് ബീച്ചിൽ വരാൻ താല്പര്യമില്ല, നിങ്ങളൊരു ബീച്ച് പേഴ്സൺ അല്ല, നിങ്ങൾക്ക് വല്ല കുന്നും മലയും കയറുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടം. പക്ഷേ ബീച്ച്, ഈ വെയിലും കൊണ്ട് ഞാനില്ല അങ്ങോട്ട്, പിന്നെ ഒരു വൃത്തികെട്ട മണവും, താല്പര്യമില്ല, അങ്ങനത്തെ ഒരാളാണ് നിങ്ങളെങ്കിലോ, ഇപ്പം താല്പര്യമില്ല എന്ന് പറയണമെങ്കിലോ, ഐ വിൽ ഹാവ് ടു ടേക്ക് എ റെയിൻ ചെക്ക്. അങ്ങനെ പറഞ്ഞാൽ മതി. അതിൻ്റെ അർത്ഥം എനിക്കിപ്പോൾ അത് ഒരു ബുദ്ധിമുട്ടുണ്ട്, വേറൊരു സമയത്ത് നോക്കാം. ഐ വിൽ ഹാവ് ടു ടേക്ക് എ റെയിൻ ചെക്ക്. അതിൻ്റെ അർത്ഥം മഴ പെയ്താൽ വരില്ല, അങ്ങനെ ഒന്നുമല്ല. റെയിനുമായിട്ട് ഈ ഫ്രേസിന് ഇപ്പം പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല. പണ്ട് അവിടെ എവിടെയോ ബന്ധമുണ്ട്. പക്ഷേ ഇപ്പം നമ്മളത് ഉപയോഗിക്കുക എങ്ങനെയാണെന്ന് വെച്ചാൽ, അയ്യോ ഇപ്രാവശ്യം പറ്റില്ല കേട്ടോ, അടുത്ത തവണ നോക്കാം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ടു ടേക്ക് എ റെയിൻ ചെക്ക്. ഐ വിൽ ഹാവ് ടു ടേക്ക് എ റെയിൻ ചെക്ക്. ഓക്കെ, അപ്പോൾ ഞാൻ ബീച്ചിൽ പോകാൻ വേണ്ടി ചോദിക്കുകയാണെങ്കിൽ നിങ്ങളെന്താ പറയുക? ഐ വിൽ ഹാവ് ടു ടേക്ക് എ റെയിൻ ചെക്ക്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട്, വൈഫോ ഹസ്ബൻഡോ അവരായിട്ട് രാത്രി ഡിന്നറിന് പോകാൻ വിചാരിക്കുക. അപ്പോൾ ഞാൻ നിങ്ങളുടെ കൂട്ടുകാരിയാണ്. അപ്പോൾ ഞാൻ നിങ്ങൾ ചോദിക്കുക, എടാ ഫ്രീ ആണോ, നമുക്ക് ഡിന്നർ എന്നാൽ അത്താഴം ഒരുമിച്ച് കഴിച്ചാലോ എന്നൊക്കെ പറഞ്ഞ് ഞാൻ വരാം. അപ്പോൾ അയ്യോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്താഴം കഴിക്കാൻ, പക്ഷേ തവണ പറ്റില്ല, അടുത്ത ആഴ്ച ആണല്ലോ, അടുത്ത ആഴ്ച ആണെങ്കിലോ എങ്ങനെ പറയും? ഐ ലവ് ടു, നിങ്ങളുടെയൊക്കെ ഒപ്പം അത്താഴം കഴിക്കാമെന്ന് പറഞ്ഞാൽ അതിലും വലിയൊരു ഭാഗ്യം. ഐ വുഡ് ലവ് ടു എന്ന് വെച്ചാൽ എനിക്ക് വളരെയധികം ഇൻട്രസ്റ്റ് ഉണ്ട്, താല്പര്യമുണ്ട്. ബട്ട് ഈ ബട്ട് വന്നാൽ പിന്നെ നേരത്തെ താല്പര്യമൊക്കെ പോയി. ബട്ട്
ഐ വിൽ ഹാവ് ടു ടേക്ക് എ റെയിൻ ചെക്ക്. പക്ഷെ ഇത്തവണ പറ്റുമെന്ന് തോന്നുന്നില്ല. മേ ബി നെക്സ്റ്റ് വീക്ക്, അടുത്ത ആഴ്ച ആയാലോ? മേ ബി ആണോ? മേ ബി ഒറ്റ വാക്കാണ്, മേ ബി നെക്സ്റ്റ് വീക്ക്. ഒരു പക്ഷേ അടുത്ത ആഴ്ചയിലേക്ക് മാറ്റിയാലോ എന്നാണ് അതിൻ്റെ അർത്ഥം. മേ ബി നെക്സ്റ്റ് വീക്ക്. അപ്പോൾ ഞാൻ ചോദിക്കണേ, ഒന്നുകൂടി ചോദിക്കാം. അപ്പോൾ നിങ്ങൾ പറയൂ, അത് ഉത്തരം ഞാൻ ഇവിടെ എഴുതി വയ്ക്കാം, അതങ്ങനെ വായിക്കാം. ഐഡ് ലവ് ടു ബട്ട് ഐ ഹാവ് ടു ടേക്ക് എ റെയിൻ ചെക്ക് മേ ബി നെക്സ്റ്റ് വീക്ക്. ഓക്കെ, ഞാൻ ചോദിക്കണേ. ഹേയ്, വോണ്ട് ടു ഗോ ഫോർ ഡിന്നർ ടു നൈറ്റ്? ഓക്കെ, അപ്പോൾ ഞാൻ വിഷമായി. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച പ്ലാൻ ചെയ്യാം. ഇനി നമ്മളിങ്ങനെ സംസാരിക്കുക, എന്തെങ്കിലുമൊക്കെ സംസാരിക്കുക. നമ്മളന്ന് സ്കൂളിലിരുന്ന് ആ ടീച്ചർ നമ്മൾ രണ്ടടി അടിച്ചിട്ട് നമ്മുടെ പുറം പൊളിഞ്ഞു പോയത് ഓർമ്മയുണ്ടോ? ഭയങ്കര സംസാരം, പണ്ടത്തെ കാര്യങ്ങളൊക്കെ. അപ്പോഴാണ് അതിനെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഇതിനെക്കുറിച്ച് ഓർമ്മ വന്നത്. അങ്ങനെ പറയില്ല നമ്മൾ. അങ്ങനെ എങ്ങനെ പറയാം? എടാ അത് പറഞ്ഞപ്പോഴാണ് എന്ന് പറയില്ലേ, ആ സാധനം. സ്പീക്കിംഗ് ഓഫ് വിച്ച്, അതിനെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം ഓർമ്മ വന്നത്. ഇപ്പം എനിക്ക് മറ്റേ സമ്മറിൻ ബദലേമിൽ ഇങ്ങനൊരു സംഭവമുണ്ട്. നമ്മുടെ കലാപം മണിച്ചേട്ടൻ പണ്ട് പറയാറുള്ള ഒരു സംഭവം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? സീൻ ഇതൊക്കെ എൻ്റെ പ്രായമുള്ള ആൾക്കാർക്കായിരിക്കും കൂടുതൽ ഓർമ്മ. പക്ഷേ ഒരു നല്ല കോമഡി ആയിരുന്നു അത്. അങ്ങനെ അത് പറഞ്ഞപ്പോഴാണ് മറ്റൊരു കാര്യം ഓർമ്മ വന്നതെന്ന് അതിൽ പറയില്ലേ. എന്നിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യം പറയില്ലേ. ഇതങ്ങനെ പറയാൻ വേണ്ടിയിട്ട് സ്പീക്കിംഗ് ഓഫ് വിച്ച്. അപ്പോൾ എങ്ങനെ ഉപയോഗിക്കാമെന്ന് പറഞ്ഞുതരാം. നമ്മളിങ്ങനെ ഇറ്റാലിയൻ ഭക്ഷണത്തെക്കുറിച്ച് സംസാരിക്കുക. ഇറ്റാലിയൻ ഭക്ഷണം എന്ന് മനസ്സിലായോ? ഈ പീറ്റ്സ, പാസ്ത, ഇതൊക്കെ ഇറ്റലിയിൽ നിന്ന് വരുന്ന ഇറക്കുമതികളാണ്. അപ്പോൾ ഞാൻ പറയാം കേട്ടോ, ഐ ലവ് ഇറ്റാലിയൻ ഫുഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എനിക്ക് ശരിക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഐ ലവ് ഇറ്റാലിയൻ ഫുഡ്. അതിനെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് പുതിയൊരു പിസ്സ പ്ലേസ് ഇവിടെ തുറന്നിട്ടുണ്ട്, അറിഞ്ഞോ നീ? ആണോ? ആ ഇറ്റാലിയൻ ഫുഡിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് നമുക്ക് ഇത് ഓർമ്മ വന്നത്. അപ്പോൾ നമ്മൾ കണക്റ്റഡ് ആയിട്ട് പറയാം സ്പീക്കിംഗ് ഓഫ് വിച്ച്. അതിനെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ആണോ സ്പീക്കിംഗ് ഓഫ് വിച്ച്, അതിനെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് അത് എങ്ങനെ ഇപ്പോൾ ഡയറക്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്യുക? ഭയങ്കര ഓക്വേർഡ് ആയിരിക്കും അല്ലേ? മലയാളത്തിലേക്ക് അത് മാറ്റുമ്പോൾ, പക്ഷേ ഇംഗ്ലീഷിലേക്ക് മാറ്റുമ്പോൾ ഈ മലയാളം. പക്ഷേ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സ്പീക്കിംഗ് ഓഫ് വിച്ച്. ഉണ്ടോ? എന്ത് സിമ്പിളായി? സ്പീക്കിംഗ് ഓഫ് വിച്ച്. ഞാൻ ഒന്ന് പറയാം നിങ്ങളുടെ. ഐ ലവ് ഇറ്റാലിയൻ ഫുഡ്. സ്പീക്കിംഗ് ഓഫ് വിച്ച്, ഹാവ് യു ട്രൈഡ് ദ ന്യൂ പിസ്സ പ്ലേസ്? പുതിയ പിസ്സ പ്ലേസ് പോയിട്ടുണ്ടോ? ഓ സൂപ്പർ. ഓക്കെ, ക്ലിയർ ആയില്ലേ? ഇനി അടുത്തത്, നമ്മൾ എന്തെങ്കിലും ഒരു പേരോ എന്തെങ്കിലും ഒന്ന് കേൾക്കുമ്പോൾ ഇതെവിടെയോ കേട്ടിട്ടുണ്ടല്ലോ, എന്തോ ഒരു പരിചയം പോലെ എന്നൊക്കെ ഒരു ഫീലിംഗ് വരില്ലേ? അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താ ഉപയോഗിക്കാം? ഒരു ഉദാഹരണം പറഞ്ഞാൽ, വിനീനെ പരിചയപ്പെട്ടിട്ടുണ്ടോ? എങ്ങനെ പറയാം? ഹാവ് യു മെറ്റ് വിനി? അപ്പോൾ നിങ്ങൾ ചോദിക്കണം, മറ്റേ ആൾ ഈസി ഇംഗ്ലീഷ് വിത്ത് വിനി എന്ന് പറയുന്ന ചാനൽ എന്നും കാണുന്ന മനുഷ്യനാണ്. അപ്പോൾ വിനി, അത് എനിക്ക് നല്ല പരിചയമുള്ള പോലെ, പക്ഷേ എവിടെ ഓർത്തെടുക്കാൻ പറ്റുന്നില്ല കേട്ടോ. ആ പേര് ഭയങ്കര പരിചയമുള്ള പോലെ. അപ്പോൾ എങ്ങനെ പറയാം? ദാറ്റ് നെയിം റിങ്സ് എ ബെൽ. ആ പേര് ഒരു മണി അടിക്കുന്നുണ്ട് എന്ന് വെച്ചാൽ അതിങ്ങനെ അങ്ങനെ നമ്മൾ മലയാളത്തിൽ പറയില്ല. ഇതൊരു ഫ്രേസാണ് കേട്ടോ. ഇതിനൊന്നും ലിറ്ററലായിട്ടുള്ള അക്ഷരാർത്ഥത്തിലുള്ള അർത്ഥം എടുക്കരുത്. മലയാളം എൻ്റെ മലയാളം സ്പെല്ലിംഗ് മിസ്റ്റേക്ക് കാരണം എന്താ പറയുക, കംപ്ലീറ്റ് എന്താ പറയുക, ഇവിടുന്നൊക്കെ എനിക്ക് കുറേ ചീത്ത എൻ്റെ ഷോർട്ട് വീഡിയോസിൽ കിട്ടാറുണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതൊരു വാക്ക് ഒരു ദയുടെ ദ എഴുതിപ്പോയി ഞാൻ, ധനത്തിൻ്റെ ദായ്ക്ക് പകരം. പക്ഷെ എന്തു പറ്റി? ഇതാണ് നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഇഷ്യൂ എന്ന് എനിക്ക് മനസ്സിലായി. നിങ്ങൾ ഈ ആൾക്കാർ കളിയാക്കുന്നതൊക്കെ അല്ലേ, എന്നെ കളിയാക്കുന്നുണ്ട്, ഞാൻ അങ്ങ് നിന്ന് കൊടുക്കും കളിയാക്കിക്കൊന്ന് പറഞ്ഞ്. എനിക്ക് സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒന്നും രണ്ടൊക്കെ ഇവിടെയൊക്കെ വരുന്നത് ശരിക്കും ശ്രദ്ധിക്കണം, എൻ്റെ തെറ്റ് തന്നെയാണ്. പക്ഷെ അത് വന്നു പോയി കഴിഞ്ഞാൽ വീഡിയോയിൽ പോയിട്ട് മായ്ക്കാൻ പറ്റും എനിക്ക്. അതിൻ്റെ അടിയിൽ പറ്റിയിട്ടുണ്ട് ഒരു തെറ്റെന്ന് എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ. എന്നാലും ആൾക്കാർക്ക് അതുപോലും അറിയില്ല, എന്നിട്ടാണ് ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വന്നിരിക്കുന്നത്. അതെ, ഈ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സ് എല്ലാം ഇംഗ്ലീഷിൽ 100 കിട്ടിയവരാണോ? അങ്ങനെ ഒരു ടീച്ചർ ഉണ്ടാവില്ല. ഇംഗ്ലീഷിൽ 100 കിട്ടാൻ ചാൻസേ ഇല്ല. അല്ലെങ്കിൽ മലയാളം പഠിപ്പിക്കുന്നവരൊക്കെ മലയാളത്തിൽ 100 കിട്ടിയതാണോ? അല്ല. ഇതെല്ലാവർക്കും തെറ്റ് പറ്റും. പക്ഷേ അത് വെച്ചിട്ട് ആൾക്കാരൊക്കെ തെറ്റ് പഠിക്കണം എന്ന് വിചാരിച്ചാൽ എഴുതി വിടുന്നതല്ലല്ലോ. എൻ്റെ കയ്യിൽ നിന്ന് അറിയാണ്ട് പറ്റുന്ന മലയാളത്തിലെ മിസ്റ്റേക്സാണ്. ഞാൻ ശ്രദ്ധിക്കണം, പക്ഷേ ശ്രദ്ധിച്ചാലും നമ്മുടെ കയ്യിൽ നിന്ന് ഓരോന്നൊക്കെ പറ്റില്ലേ. അപ്പോൾ അതിലിങ്ങനെ വന്ന് ചീത്ത പറഞ്ഞിട്ട് എന്ത് കാര്യം? അപ്പോൾ അവരുടെ ഉദ്ദേശം ഞാൻ നന്നാവണം എന്നല്ല, എന്നിട്ടാണോ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നത് എന്നൊക്കെ ചോദ്യം. അപ്പോൾ ഞാൻ നന്നാവണം എന്നല്ല, എന്താ അവരുടെ ഉദ്ദേശം? ഒന്നിരുത്തുക. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പം നിങ്ങൾക്കൊക്കെ അങ്ങനെ ഉണ്ടാവും. നിങ്ങളൊക്കെ ഇംഗ്ലീഷ് ഇതുമാതിരി ഓരോ ഫ്രേസൊക്കെ പഠിച്ച് പറയുമ്പോൾ ആരെങ്കിലുമൊക്കെ വന്നിട്ട് ഓരോ ഇംഗ്ലീഷും കൊണ്ട് വന്നിരിക്കട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ ഡയലോഗ് അടിക്കും. അപ്പോൾ എന്താ വിചാരിക്കണ്ടേ? ഇവൻ്റെ ഉദ്ദേശം എന്താ? ഞാൻ ഇംഗ്ലീഷ് നന്നായി പറയണമെന്നല്ല, അല്ലെങ്കിൽ എൻ്റെ ഇംഗ്ലീഷ് മെച്ചപ്പെടണം എന്നല്ല. ഇവൻ്റെ ഉദ്ദേശം എന്നെ ഒന്ന് ഇരുത്തണം. നടക്കില്ല. നീ വേണമെങ്കിൽ കേട്ടാൽ മതി, ഞാൻ ഇംഗ്ലീഷിലാണ് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യുക എന്നുള്ള ആറ്റിറ്റ്യൂഡ് പിടിക്കണം. കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചിട്ടുണ്ട് ഇങ്ങനെ, മലയാളം പഠിപ്പിക്കാൻ അറിയാണ്ടാണോ പിന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വന്നിരിക്കണതെന്ന്. അങ്ങനെയാണോ? മലയാളത്തിൽ ഫുള്ള് കിട്ടിയ ആൾക്കാരാണോ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ പാടുള്ളൂ? അങ്ങനെ ഉണ്ടോ? അതൊന്നും അറിയേണ്ടതില്ല. അപ്പോൾ ഞാനങ്ങനെ ചോദിക്കും, എൻ്റെ മിസ്റ്റേക്ക് ഞാൻ കറക്റ്റ് ചെയ്യാം, പക്ഷേ നിങ്ങളുടെ ആറ്റിറ്റ്യൂഡോ ബേൺ. ഓക്കെ,
അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് മിസ്റ്റേക്സ് വരും, മനഃപൂർവ്വം ചെയ്യരുത്. ഇത് പറഞ്ഞു കേട്ടിട്ട് നാളെ മുതൽ മുഴുവൻ മിസ്റ്റേക്ക്. അങ്ങനെയല്ല, നമുക്ക് അറിയാണ്ട് ഓരോന്നൊക്കെ പറ്റുന്നത് പറ്റട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞത് ഇതെന്താ, ഒരു പേര് കേട്ടപ്പം ദാറ്റ് നെയിം അല്ലെങ്കിൽ ദ നെയിം റിങ്സ് എ ബെൽ, എവിടെയോ കേട്ട പോലെ, എന്തോ ഒരു പരിചയം പോലെ. അതെ, ഇറ്റ് റിങ്സ് എ ബെൽ, അതാണ് ഫ്രേസ്. പക്ഷേ എവിടെയാണ് എനിക്ക് ഇയാളെ എങ്ങനെ അറിയാമെന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി. ബട്ട് ഐ കാൺട്ട് റിമെമ്പർ വേർ ഐ നോ ഹെർ ഫ്രം. ബട്ട് ഐ കാൺട്ട് റിമെമ്പർ വേർ ഐ നോ ഹെർ ഫ്രം. ഓക്കെ, ദാറ്റ് നെയിം റിങ്സ് എ ബെൽ. എന്താ പറയുക, ശരത് KP എന്നൊക്കെ നമ്മൾ സ്കൂളിൽ ചിലപ്പോൾ ഇങ്ങനെ ഫുൾ നെയിം പഠിക്കുന്നത്. അപ്പോൾ ഫുൾ നെയിം നമുക്ക് അറിയാൻ പറ്റില്ല ഈ അറ്റൻഡൻസ് വിളിക്കുമ്പോൾ. അപ്പോൾ ശരത് KP, ദാറ്റ് നെയിം റിങ്സ് എ ബെൽ ബട്ട് ഐ കാൺ റിമെമ്പർ ഫ്രം വെയർ ഐ നോ ഹിം ഫ്രം. എവിടെ നിന്നാണ് അവനെ എനിക്ക് അറിയാമെന്നുള്ള കാര്യം എനിക്ക് ഓർമ്മ വരുന്നില്ല, പക്ഷെ കേട്ടിട്ട് എന്തോ ഒരു പരിചയമുള്ള പോലെ ഉണ്ട്. ഇറ്റ് റിങ്സ് എ ബെൽ. ഇനി ഒന്നും പഠിച്ചു വെച്ചില്ലെങ്കിലും ഇറ്റ് റിങ്സ് എ ബെൽ, എന്തോ ഒരു പരിചയം പോലെ തോന്നുന്നുണ്ട് എന്നർത്ഥം. അടുത്തത്, നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ കൂടെ ഭയങ്കര കമ്പനിയായി, നമ്മൾ കോഫിയൊക്കെ ശേഷം ഭയങ്കര കമ്പനിയായിട്ടോ. അതിനുശേഷം നമ്മളിങ്ങനെ ട്രിപ്പുകളൊക്കെ ഒരുമിച്ച് പോകാൻ തുടങ്ങി കേട്ടോ. നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് വലിയ ട്രിപ്പുകളൊക്കെ. അപ്പോൾ നമ്മളല്ലേ ചെറുപ്പശ്ശേരിക്കാരൻ, അപ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്. എന്നിട്ട് നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഒരു സ്ഥലത്തെത്തി. അപ്പോൾ കണ്ടിട്ട് നമുക്കറിയാവുന്നൊരു സ്ഥലം പോലെ. അപ്പോൾ നമ്മൾ പറയില്ലേ, ഈ സ്ഥലം കണ്ടിട്ട് അതുപോലെ തോന്നുന്നു. അങ്ങനെ പറയാം, ദിസ് പ്ലേസ് റിമൈൻഡ്സ് മീ ഓഫ് ഇന്ന സ്ഥലം. ഏതാ പറയുക, ചെർപ്പളശ്ശേരി. ദിസ് പ്ലേസ് റിമൈൻഡ്സ് മീ ഓഫ് ചെർപ്പളശ്ശേരി. അതുപോലെ ഉണ്ട് ചെർപ്പളശ്ശേരിയിലെ അമ്പലവും ഫുട്ബോൾ ഗ്രൗണ്ട് അതുപോലെ തന്നെ ഉണ്ട്. ദിസ് പ്ലേസ് റിമൈൻഡ്സ് മീ ഓഫ് ചെർപ്പളശ്ശേരി. അപ്പോൾ ഇപ്പോഴത്തെ അയാൾ ചെർപ്പളശ്ശേരിക്കാരനാണല്ലോ. അപ്പോൾ അയാൾ പറയാം, പക്ഷേ ഞാനത് പറയാൻ വരികയായിരുന്നു. അങ്ങനെ പറയില്ലേ, ഞാനത് പറയാൻ വരികയായിരുന്നു, അങ്ങനെ പറയാം. അതാണ് നമ്മുടെ ഫ്രേസ് ഇവിടെ പഠിക്കുന്നത്. ഐ വാസ് ജസ്റ്റ് അബൌട്ട് ടു സേ ദാറ്റ്. പക്ഷേ ഞാനത് പറയാൻ വരികയായിരുന്നു. ഐ വാസ് ജസ്റ്റ് അബൌട്ട് ടു സേ ദാറ്റ്. ഐ വാസ് ജസ്റ്റ് അബൌട്ട് ടു സേ ദാറ്റ്. പക്ഷേ ഞാനത് പറയാൻ വരികയായിരുന്നു. ഓക്കെ, ഇത് നല്ല ഫ്രേസാണ്. ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ ആരെങ്കിലും പറയുമ്പോൾ പക്ഷേ ഞാനത് പറയാൻ വരികയായിരുന്നു. ഐ വാസ് ജസ്റ്റ് അബൌട്ട് ടു സേ ദാറ്റ്. ഓക്കെ, അടുത്തത്, നാക്കിൻ്റെ തുമ്പിലുണ്ട് കേട്ടോ, പക്ഷെ കിട്ടുന്നില്ല. ഇത് പലപ്പോഴും സംഭവിക്കാറുണ്ടല്ലേ. ഞാൻ ഈ വീഡിയോ എടുക്കുമ്പോൾ പോലും പല സമയത്തും ആ വാക്ക് നാക്കിൻ്റെ തുമ്പിലുണ്ട്. അങ്ങനെ കഴിഞ്ഞൊരു വീഡിയോയിൽ ഏതോ ഒരു വാക്ക് എന്നിട്ട് ഞാൻ ചോദിച്ചു ആർക്കെങ്കിലും അറിയാമെന്ന് പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ എനിക്ക് വാക്ക് കിട്ടും, പക്ഷെ ആ സമയത്ത് കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് പറയും, എന്താടാ നടൻ്റെ പേര്, എടാ ആ സിനിമയിൽ എന്താടാ അവൻ്റെ പേര്, ഓ അതിൻ്റെ നാക്കിൻ്റെ തുമ്പത്തുണ്ട്. എന്നാ പറയുക, ഇറ്റ്സ് ഓൺ ദ ടിപ്പ് ഓഫ് മൈ ടങ്. ഇറ്റ്സ് ഓൺ ദ ടിപ്പ് ഓഫ് മൈ ടങ്. എടാ, വാട്ട്സ് ദ നെയിം ഓഫ് ദ ആക്ടർ? ആ നടൻ്റെ പേരെന്താ അല്ലെങ്കിൽ നടിയുടെ പേരെന്താ? വാട്ട്സ് ദ നെയിം ഓഫ് ദ ആക്ടർ? ഇറ്റ്സ് ഓൺ ദ ടിപ്പ് ഓഫ് മൈ ടങ്. എൻ്റെ നാക്കിൻ്റെ തുമ്പിലുണ്ട്, അങ്ങോട്ട് വരുന്നില്ല. ഇറ്റ്സ് ഓൺ ദ ടിപ്പ് ഓഫ് മൈ ടങ്. പിന്നെ ഇനി നമ്മൾ അടുപ്പമായി, നല്ല ഫ്രണ്ടായി നമ്മുടെ ചെറുപ്പശ്ശേരിക്കാരനായിട്ട്. അത് കഴിഞ്ഞ് നമ്മൾ പറയണം, ഒന്നും വിചാരിക്കരുത്, ഞാൻ പറയണോണ്ട് തെറ്റിദ്ധരിക്കരുത്, എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ ഒരു കാര്യം പറയാൻ പോവാണ്, മോശമായിട്ട് വിചാരിക്കരുത്, അല്ലെങ്കിൽ മോശമായ രീതിയിലെടുക്കരുത്. ഇങ്ങനെ പറയാം, ഇപ്പോൾ ഈ നമ്മുടെ ചെറുപ്പശ്ശേരിക്കാരൻ്റെ നിങ്ങൾ ഇംഗ്ലീഷിലാണ് നിങ്ങളുടെ എന്തെങ്കിലും വർക്കൊക്കെ നിങ്ങൾ പ്രസൻറ്റേഷനൊക്കെ കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾ ഇംഗ്ലീഷ് അത്രയ്ക്ക് ഈ ചെറുപ്പശ്ശേരിക്കാരൻ്റെ ഇംഗ്ലീഷ് അത്രയ്ക്ക് അങ്ങോട്ട് ശരിയല്ല എന്ന് വിചാരിക്കുക. ചെറിയ കുട്ടിയാണെന്ന് വിചാരിക്കുക, പഠിച്ച് വരുന്നുള്ളൂ. അപ്പോൾ നമുക്ക് അവൻ നന്നാവണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ നമ്മൾ പറയുകയാണ്, എടാ നിൻ്റെ ഇംഗ്ലീഷ് സ്കിൽസ് ഒന്ന് ഇമ്പ്രൂവ് ചെയ്യുന്ന നന്നായിരിക്കും എന്ന് നമുക്ക് പറയണം. പക്ഷേ തെറ്റിദ്ധരിച്ചാലോ, നമ്മൾ അവൻ്റെ ഇംഗ്ലീഷ് ജഡ്ജ് ചെയ്യാൻ നമ്മളാര് എന്ന് അവന് തോന്നിയാലോ. അപ്പോൾ നമുക്ക് ഭയങ്കര ഇഷ്ടം അവനെ. അപ്പോൾ നമുക്ക് പറഞ്ഞു കൊടുക്കണം, നീ അത് ഇമ്പ്രൂവ് ചെയ്താൽ കുറച്ചുകൂടി നന്നായിട്ട് പ്രൊമോഷനൊക്കെ കിട്ടില്ലേ, സാലറി ഒക്കെ കൂടി കിട്ടില്ലേ. അപ്പോൾ നമുക്ക് ആഗ്രഹം കൊണ്ട് പറയുകയാണേ. പക്ഷേ അവൻ തെറ്റിദ്ധരിച്ചാലോ. അപ്പോൾ നമ്മൾ എന്ത് പറയണം, അയ്യോ തെറ്റിദ്ധരിക്കരുത്, ഞാൻ പറയുന്നത് മോശമായിട്ട് എടുക്കരുത്. ഇങ്ങനെ പറയണമെങ്കിൽ ഡോണ്ട് ടേക്ക് ഇറ്റ് ദ റോങ് വേ, ബട്ട് ഐ തിങ്ക് യു കുഡ് ഇംപ്രൂവ് യുവർ ഇംഗ്ലീഷ് സ്കിൽസ്. നിൻ്റെ ഇംഗ്ലീഷ് അത് മാത്രമാണ് ഇപ്പം നിൻ്റെ പ്രശ്നം. ബാക്കി നീ അടിപൊളിയാണ് ശരിക്കും. നീ ആ ഇംഗ്ലീഷ് സ്കിൽസ് ഒന്ന് മെച്ചപ്പെടുത്തിയാൽ അവിടെ സൂപ്പറാവും. നിൻ്റെ ഭാവി പിന്നെ ഭദ്രമാണ്. അപ്പോൾ തെറ്റിദ്ധരിക്കല്ലേ, ഞാൻ പറയുന്നത് വേറെ രീതി എടുക്കരുതേ. ഡോണ്ട് ടേക്ക് ഇറ്റ് ദ റോങ് വേ. ഓക്കെ, ബട്ട് എന്നിട്ട് ആ കാര്യം പറയാം, ഐ തിങ്ക് യു കുഡ് ഇംപ്രൂവ് യുവർ ഇംഗ്ലീഷ് സ്കിൽസ്. ഇനി നമുക്ക് ഓപ്പണായിട്ട് ആത്മാർത്ഥമായിട്ടൊരു കാര്യം പറയണം. അപ്പോൾ നമുക്ക് വേറെ രീതിയിൽ പറയാം. എന്ത്, ഇപ്പോൾ നമ്മൾ സിനിമ കാണാൻ പോയി, നമ്മുടെ ഈ ഫ്രണ്ടിനൊപ്പം തന്നെ അവനത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓ എന്തൊരു നല്ല മൂവി അല്ലേടാ എന്നൊക്കെ നമ്മുടെ അടുത്ത് പറയുമ്പോൾ നമ്മൾ, എടാ സത്യം പറയട്ടെ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. എങ്ങനെ പറയും, ടു ബി ഓണസ്റ്റ്. ഇത് ശ്രദ്ധിക്കണം, ഹോണസ്റ്റ് അല്ല, എച്ച് സൈലൻ്റാ. വിഷമിക്കണ്ട, ചില വാക്കുകൾ ഇങ്ങനെയാണ്, അറിയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ.
ചിലർക്ക് ഇങ്ങനെ സൈലൻ്റാന്ന് പറയുമ്പോൾ ഇത്രയും കാലം ഞാൻ എവിടെയൊക്കെ ടൺ കണക്കിന് എടുത്ത് പ്രയോഗിച്ചിട്ടുണ്ട് എച്ച് വെച്ചിട്ട്, ഹോണസ്റ്റ് എന്ന് വെച്ചിട്ട്. തെറ്റായിരുന്നു അത്? സാരില്ല, എനിക്കും പറ്റിയിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ജനിച്ചപ്പോഴേ പഠിച്ചാലല്ല വളർന്നിട്ടുള്ളത്. ഞാൻ പണ്ട് ചെറുപ്പത്തിലേ സ്കൂളിൽ പഠിക്കുമ്പം ഞാൻ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്, എഡ്യൂക്കേഷൻ ഇല്ല, അത് എഡ്യൂക്കേഷൻ എന്നാണ് പറഞ്ഞിരുന്നത്. ഞാൻ വെച്ചു ഡി അല്ല അവിടെ, പിന്നെ എന്തിനാണ് അവിടെ ജൂ പറയണേ? അയ്യോ, അതിനൊക്കെ എത്ര കളിയാക്കിയിൽ കിട്ടിയിട്ടുണ്ടെന്ന് അറിയോ? അതുകൊണ്ടാണ് ഞാൻ തോന്നുന്നു ഞാൻ ഇന്ന് ഇംഗ്ലീഷ് പഠിപ്പിക്കാതിരിക്കണേ. എല്ലാവരുടെയും പ്രൊനൗൺസിയേഷൻ കണ്ട് റെഡിയാക്കും. ടു ബി ഓണസ്റ്റ്, ഐ ഡിഡൻറ്റ് റിയലി ലൈക്ക് ദ മൂവി. സത്യം പറയട്ടെ, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ടു ബി ഓണസ്റ്റ്, ഐ ഡിഡൻറ്റ് റിയലി ലൈക്ക് ദ മൂവി. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല മൂവി. ഇനി നമ്മൾ സിനിമ കാണാൻ പോയി, ഇതേ സിനിമ തന്നെ. പക്ഷേ എങ്ങനെയാണ് ഭയങ്കര ഇഷ്ടമായോന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല. പക്ഷെ ചിലതൊന്നും അങ്ങനെ അപ്പം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുമില്ല, തീരെ അങ്ങനെ ഇഷ്ടപ്പെടാതിരുന്നിട്ടുമില്ല. എന്നുവെച്ചാൽ ഒരു മിക്സ്ഡ് ഫീലിംഗ് ആണ്. അപ്പം എങ്ങനെ പറയും? അപ്പം ഞാൻ ചോദിക്കുകയാണ്, വാട്ട് യു തിങ്ക് അബൌട്ട് ദ മൂവി? എങ്ങനെ തോന്നുന്നു? അല്ലെങ്കിൽ നിങ്ങളുടെ പുതിയൊരു ജോലി കിട്ടി നിങ്ങൾക്ക്. അപ്പം ഞാൻ ചോദിക്കാടാ, വാട്ട് യു തിങ്ക് ഓഫ് യുവർ ന്യൂ ജോബ്? എൻ്റെ പുതിയ ജോലിയെക്കുറിച്ച് എന്താ നിൻ്റെ അഭിപ്രായം? എങ്ങനെയാണ് നിനക്ക് തോന്നണേ? എന്താ നിൻ്റെ ഫീലിങ്സ് എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട്. വാട്ട് യു തിങ്ക് ഓഫ് യുവർ ന്യൂ ജോബ്? തിങ്ക് ഓഫ് യുവർ ന്യൂ ജോബ്. വാട്ട് ഡു യു തിങ്ക് ഓഫ് യുവർ ന്യൂ ജോബ്? വാട്ട് ഡു യു തിങ്ക് ഓഫ് യുവർ ന്യൂ ജോബ്? ഇത് തോന്നുന്നു പുതിയ ജോലി. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഇൻട്രസ്റ്റിംഗ് ആണ്, പക്ഷേ കുറച്ച് സ്ട്രെസ്ഫുള്ളും ആണ്. അതുകൊണ്ടൊരു മിക്സ്ഡ് ഫീലിംഗാണ്. അപ്പോൾ അങ്ങനെ തന്നെ പറയാം. ഐ ഹാവ് മിക്സ്ഡ് ഫീലിങ്സ് അബൌട്ട് ഇറ്റ്. അങ്ങനെ പറയും, ഐ ഹാവ് മിക്സ്ഡ് ഫീലിങ്സ് അബൌട്ട് ഇറ്റ്. ഞാനിത് പറയണത് ഇങ്ങനൊരു ഫ്രേസ് ഉണ്ട്, ഐ ഹാവ് മിക്സ്ഡ് ഫീലിങ്സ് അബൌട്ട് സംതിങ് എന്ന്. അങ്ങനെ കോമൺ ആയിട്ട് പറയുന്നൊരു സാധനം, കാഷ്വലായിട്ട് പറയുന്നൊരു സാധനം, വളരെയധികം ഉപയോഗിക്കുന്ന സാധനം. അതുകൊണ്ടാണ് അത് ഞാൻ പറഞ്ഞു തരുന്നത്. ഇതിപ്പോൾ മിക്സ്ഡ് ഫീലിംഗ് ഉണ്ടെന്ന്, ഐ ഹാവ് മിക്സ്ഡ് ഫീലിംഗ് എന്ന് പറയാൻ എന്തത്ര ബുദ്ധിമുട്ടെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇതൊരു ഫ്രേസാണ്, പൊതുവേ നമ്മൾ ആൾക്കാർ ഉപയോഗിക്കണേ. അതുകൊണ്ടാണ് പറഞ്ഞത് ഐ ഹാവ് മിക്സ്ഡ് ഫീലിങ്സ് അബൌട്ട് ഇറ്റ്. എന്നിട്ട് പറയാം, ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ്, നല്ല ജോലിയൊക്കെയാണ്, പക്ഷേ വെരി സ്ട്രെസ്ഫുൾ. ഐ ഹാവ് മിക്സ്ഡ് ഫീലിങ്സ് അബൌട്ട് ഇറ്റ്. ഇറ്റ്സ് ഇൻട്രസ്റ്റിംഗ് ബട്ട് വെരി സ്ട്രെസ്ഫുൾ. ഓക്കെ. അപ്പോൾ നമ്മൾ പറയണം, ഇനിയിപ്പോൾ നമ്മൾ ഈ ജോലിനെക്കുറിച്ച് ഇത് തന്നെയാണ് എൻ്റെ അഭിപ്രായം, അത് തന്നെയാണ് എന്ന് പറയണമെങ്കിൽ ഐ ഫീൽ ദ സെയിം എന്നൊക്കെ പറയാം. പക്ഷേ വേറെ രീതി പറഞ്ഞുതരാം. ഐ കുഡിൻറ്റ് എഗ്രി മോർ. എനിക്ക് ഇതിൻ്റെ കൂടുതലൊന്നും നിന്നോട് ഞാൻ യോജിക്കുന്നു എന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല, അത്രയ്ക്ക് ഞാൻ എഗ്രി ചെയ്യുന്നു. ഐ കുഡിൻറ്റ് എഗ്രി മോർ. അങ്ങനൊരു പ്രയോഗമുണ്ട്. ഐ കംപ്ലീറ്റ്ലി എഗ്രി വിത്ത് യു എന്ന് പറയാം. പക്ഷേ അതൊക്കെ പഴഞ്ചനല്ല. ഇനി നമ്മൾ പുതിയ ഫ്രേസസ് വെച്ച് കലക്കണ്ടേ. ഐ കുഡിൻറ്റ് എഗ്രി മോർ. അപ്പം നമ്മൾ നല്ലൊരു എന്താ പറയുക, റിമി ടോമിയുടെ ഒരു പാട്ടിന് പോയി, സ്റ്റേജൊക്കെ ആടി ഒലഞ്ഞു. റിമി ടോമി സൂപ്പറല്ലേ. അപ്പോൾ നമ്മൾ പറയണം, ഞാൻ പറയണം കേട്ടോ നിങ്ങളുടെ അടുത്ത്, ദാറ്റ് വാസ് ദ ബെസ്റ്റ് കോൺസേർട്ട് എവർ. അടിപൊളി അല്ലേ. അപ്പോൾ നിങ്ങൾ പറയാം, നിങ്ങൾ ആകെ ഇങ്ങോട്ട് എന്താ പറയുക, ഭ്രമിച്ചിരിക്കുകയാണ് ആ പാട്ടൊക്കെ കേട്ടിട്ട്. ഐ കുഡിൻറ്റ് എഗ്രി മോർ. അടിപൊളി എന്ന് പറയണം. ഐ കുഡിൻറ്റ് എഗ്രി മോർ. ഓക്കെ. ഇനി നിങ്ങളൊരു കാര്യം ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ, ഇതിങ്ങനെ പറയണം, ഇവരൊരു ഡിസ്കഷൻ നടക്കുക. അപ്പോൾ നിങ്ങൾക്കൊരു പോയിൻ്റ് ഉണ്ട്, എനിക്ക് എൻ്റെ അഭിപ്രായം പക്ഷേ ഇങ്ങനെയാണെന്ന് നിങ്ങളുടെ ആലോചിച്ച് പറയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ അതേ പോയിൻ്റ് അങ്ങോട്ട് പറഞ്ഞു. അപ്പോൾ നമ്മളെന്താ പറയുക, ഞാൻ വിചാരിച്ചിരിക്കുന്ന അതേ കാര്യം നീ പറഞ്ഞേ. ഇതുമാതിരി ഒരു സംഭവം നമ്മൾ നേരത്തെ പഠിച്ചു. വേറെ രീതി പറഞ്ഞുതരാം. യു ടുക്ക് ദ വേർഡ്സ് റൈറ്റ് ഔട്ട് ഓഫ് മൈ മൗത്ത്. എൻ്റെ വായിൻ്റെ ഉള്ളിൽ നിന്ന് നിങ്ങൾ ആ വേർഡ്സ് അങ്ങ് എടുത്തു. അങ്ങനെയൊന്നും മലയാളത്തിൽ പറയില്ല, പക്ഷേ ഇംഗ്ലീഷിൽ പറയും. യു ടുക്ക് ദ വേർഡ്സ് റൈറ്റ് ഔട്ട് ഓഫ് മൈ മൗത്ത്. എൻ്റെ വായിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്തു നീ അത്. യു ടുക്ക് ദ വേർഡ്സ് റൈറ്റ് ഔട്ട് ഓഫ് മൈ മൗത്ത്. നമ്മൾ ഒരു കോഫി, നമ്മൾ നേരത്തെ കോഫി കുടിക്കാൻ പോയില്ലേ, ഗ്രാബ് എ കപ്പ് ഓഫ് കോഫി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പോയില്ലേ. അപ്പോൾ നമ്മൾ കോഫി കുടിക്കുമ്പോൾ, ഇത് എന്തൊരു നല്ല കോഫിയാണ്, ഇവിടെയാണ് ഏറ്റവും അടിപൊളി കോഫി, ദിസ് പ്ലേസ് ഹാസ് ദി ബെസ്റ്റ് കോഫി എന്ന് പറയാം കേട്ടോ. ഇനി പറയണത് ദിസ് പ്ലേസ് ഹാസ് ദി ബെസ്റ്റ് കോഫി, അങ്ങനെ പറയും നമ്മൾ. ദി ബെസ്റ്റ് എന്തെങ്കിലും അങ്ങനെ നിർത്തി പറയുന്നൊരു രീതിയുണ്ട്. ദിസ് പ്ലേസ് ഹാസ് ദി ബെസ്റ്റ് കോഫി, അല്ലെങ്കിൽ അല്ലാണ്ടും പറയാം, പ്രശ്നമൊന്നുമില്ല കേട്ടോ. ദിസ് പ്ലേസ് ഹാസ് ദി ബെസ്റ്റ് കോഫി എന്ന് പറയാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പറയാൻ വരികയായിരുന്നു ഞാനത് ശരിക്കും. യു ടുക്ക് ദ വേർഡ്സ് റൈറ്റ് ഔട്ട് ഓഫ് മൈ മൗത്ത്. എൻ്റെ വായിൻ്റെ ഉള്ളിൽ നീ വാക്കുകൾ വലിച്ചെടുത്തു, അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. യു ടുക്ക് ദ വേർഡ്സ് റൈറ്റ് ഔട്ട് ഓഫ് മൈ മൗത്ത്. ഞാൻ പറയാൻ ഇരിക്കുകയായിരുന്നുണ്ട്, അത് തന്നെയാണ് ഞാൻ പറയാൻ പോവുമായിരുന്നത്. എന്നുവെച്ചാൽ നിങ്ങൾക്കും ഇതേ അഭിപ്രായമാണെന്ന് അർത്ഥം. അടുത്തത്, ഒരാൾ നിങ്ങളെ ഉപദേശിക്കാം, എടാ നീ ഇത് ചെയ്യുന്നതിന് പകരം
രാവിലെ ഒരു 4 മണിക്ക് എണീറ്റ് ഈ പണി അങ്ങ് തീർത്താൽ അത് ചെയ്യാൻ എളുപ്പമായിരിക്കും അല്ലേ എന്നൊക്കെ പറഞ്ഞ് നമ്മളങ്ങനെ ഉപദേശിക്കുക. അപ്പോൾ നമ്മൾ പറയാണ് 8 മണിക്ക് എണീക്കണ ഈ ചേട്ടനാണ് അതിനെ ഉപദേശിക്കുന്നത്. എന്നാലും പറയാം, ചേട്ടാ പറയാൻ എളുപ്പമാണ്, ചെയ്യാൻ എളുപ്പമല്ല, ഇതൊന്ന് പറയണം. എങ്ങനെ പറയും? സിമ്പിളായിട്ടൊരു ഫ്രേസ് ഉണ്ട്, ഇറ്റ്സ് ഈസിയർ സെഡ് ദെൻ ഡൺ. ഈ പറയാനുണ്ടല്ലോ വളരെ എളുപ്പമാണ്, ചെയ്ത് നോക്കി അപ്പം അറിയാം. അതാണ് ഇറ്റ്സ് ഈസിയർ സെഡ് ദെൻ ഡൺ. ഇറ്റ്സ് ഈസിയർ സെഡ് ദാൻ ഡൺ. ഇറ്റ്സ് ഈസിയർ സെഡ് ദെൻ ഡൺ. അപ്പോൾ ഞാൻ പറയാണ്, നിങ്ങളുണ്ടല്ലോ ആൾക്കാർ എന്ത് പറയണമെന്നുള്ളത് വിചാരിക്കരുത്, ഇംഗ്ലീഷ് ചറപറ സംസാരിക്കണം. ആൾക്കാർ നിങ്ങളോട് നിങ്ങളുടെ ഇംഗ്ലീഷ് പൊട്ടയാണ്, മോശമാണെന്നൊക്കെ പറഞ്ഞാൽ അയാളുടെ മുന്നിൽ വെച്ച് പിന്നെ ഇംഗ്ലീഷ് സംസാരിക്കണം എന്നൊക്കെ ഞാൻ നിങ്ങളെ ഉപദേശിക്കുക. അപ്പോൾ നിങ്ങൾ പറയും, വിനി പറയാൻ നല്ല എളുപ്പമാണ്, ചെയ്യാൻ അത്ര എളുപ്പമല്ല കേട്ടോ എന്ന് പറയാം. അപ്പോൾ എങ്ങനെയാണ് എടുത്ത് പറയാം? ഇറ്റ്സ് ഈസിയർ സെഡ് ദെൻ ഡൺ. വിനിക്ക് അവിടെ ഇരുന്നിട്ട് പലതും പറയാം, ഞങ്ങളുടെ അവസ്ഥ വിനിക്കറിയില്ല എന്ന് പറയണമെങ്കിൽ ഇറ്റ്സ് ഈസിയർ സെഡ് ദെൻ ഡൺ. എപ്പടി ഇഷ്ടപ്പെട്ടോ ഇപ്രാവശ്യത്തെ ഫ്രേസസ്? ഇനിയുണ്ട് ഫ്രേസസ് കുറേ ആയിട്ട് വരുന്നുണ്ട് ഞാൻ. കാരണം ഇങ്ങനത്തെ സിമ്പിൾ കാര്യങ്ങളൊക്കെ കുറച്ച് പഠിച്ചു വെച്ചാൽ നമുക്ക് ചന്നം പിന്നെ എടുത്തിട്ട് എല്ലാ ദിവസവും ഉപയോഗിക്കാം അല്ലേ? അപ്പോൾ ഇതൊക്കെ ഒന്ന് എഴുതി വെച്ചോളൂ. എഴുതി വെച്ചോളൂ. എവിടെ ഒരു നോട്ട്സോ അങ്ങനെ എന്തെങ്കിലും ഫോണിൽ ഒന്ന് എഴുതി വെച്ചോ, എല്ലാ ഫ്രേസസും ഒന്ന് എഴുതി വയ്ക്കാം. എന്നിട്ട് എല്ലാ ദിവസവും ഒന്ന് പ്രാക്ടീസ് ചെയ്യാം. പിന്നെ അവസരം വരുമ്പോൾ അറിയാണ്ട് നമ്മുടെ വായനകൾ വരും. അത് പറഞ്ഞപ്പോഴാണ്, ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ കോഴ്സ് ഉണ്ട്. ഒരു 15 മിനിറ്റ് എല്ലാ ദിവസവും ഒരു 90 ദിവസത്തേക്ക് മാറ്റി വയ്ക്കാൻ പറ്റുമെങ്കിൽ ഇംഗ്ലീഷ് നമുക്ക് സൂപ്പറാക്കാം. എൻ്റെ 90 ഡേ കോഴ്സ് എടുക്കാം. അത് എല്ലാ കാര്യങ്ങളും, ഗ്രാമറും എല്ലാം, പ്രൊനൗൺസിയേഷൻ, വൊക്കാബുലറി ഒക്കെ ആ ഒറ്റ കോഴ്സിന് റെഡിയാവും. അങ്ങനെയാണ് ഞാനത് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ആ കോഴ്സ് ഗ്രാമർ എല്ലാം പഠിപ്പിക്കുന്നതാണ്. പിന്നെ ഈ ഗ്രാമർ പഠിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. സംസാരിക്കാൻ നമുക്ക് ഒരാളെ വെച്ചിട്ട് എല്ലാ ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന നടപ്പുള്ള കാര്യമല്ല. അല്ലാണ്ട് തന്നെ നമുക്ക് സിമ്പിളായിട്ട് സംസാരം റെഡിയാക്കാം. അതിന് വേണ്ടിയിട്ട് വാട്സപ്പ് കോഴ്സ് ഉണ്ട് 30 ദിവസത്തെ. അത് നന്നായിട്ട് ആൾക്കാർക്ക് റിസൾട്ട് കിട്ടുന്നതുകൊണ്ടാണ് ഞാൻ വന്നിട്ട് വീണ്ടും പറയണത് കേട്ടോ. അടിപൊളി കോഴ്സാണ്. ഞാൻ തന്നെയാണ് എടുക്കുന്നത്, എല്ലാ കോഴ്സും ഞാൻ തന്നെയാണ് കേട്ടോ എടുക്കുന്നത്, വേറെ ആരുമില്ല. ഒരു ചെറിയ സംരംഭമാണ്. ചില ആൾക്കാരൊക്കെ നിങ്ങളുടെ ഓഫീസിൽ നിന്നൊക്കെ പറഞ്ഞാൽ, എനിക്ക് ഓഫീസൊന്നുമില്ല, ഞാൻ തന്നെ എൻ്റെ റൂമും ഞാനും മാത്രം, അല്ലാണ്ട് വേറെ ആരും ഇല്ല. അപ്പോൾ വാട്സപ്പ് കോഴ്സ് നിങ്ങൾക്ക് ഈ ഇംഗ്ലീഷ് അറിയാം, പക്ഷേ വായിൽ വരില്ല, അങ്ങനത്തെ ഒരു പ്രശ്നമുള്ള ആൾക്കാരില്ലേ, 30 ഡേ വാട്സപ്പ് കോഴ്സ് എടുത്തിട്ട് ഒന്ന് പറയൂ എന്താണ് അവസ്ഥ എന്ന്. അധികം ഫീ ഒന്നുമില്ല 30 ഡേ വാട്സപ്പ് കോഴ്സിന്. വാട്സപ്പ് കോഴ്സ് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ കൂടുതൽ ഫീ ഉണ്ട്. കാരണം അതിൽ കുറേ സെറ്റപ്പ് ഉണ്ട്. ഒരു വെബ്സൈറ്റ് വഴിയാണ് കോഴ്സ് കിട്ടുക. കുറച്ചധികം ഒരു എന്താ പറയുക, കോംപ്രിഹെൻസീവായ കോഴ്സാണ് വാട്സപ്പ് കോഴ്സ്. ഒരു സിമ്പിൾ കോഴ്സ്. ഈ ടീച്ചർമാർ, വീട്ടമ്മമാർ, ഇവർക്കൊക്കെ ബെസ്റ്റ് കോഴ്സായിരിക്കും. കാരണം നിങ്ങൾക്ക് കുട്ടികളോട് ഡീൽ ചെയ്യണമെങ്കിൽ, ഞാൻ പൊതുവേ കുട്ടികളോട് ഡീൽ ചെയ്യേണ്ട രീതിയിലുള്ള സിറ്റുവേഷൻസ് വെച്ചിട്ടാണ് അത് കോഴ്സ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ സിറ്റുവേഷൻ വെച്ചിട്ട് നമ്മൾ സെൻറ്റൻസ് ഉണ്ടാക്കി പഠിക്കുമ്പോഴും നമുക്ക് വേറെ ഏത് സിറ്റുവേഷൻ വരുമ്പോഴും അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ രീതിയിലാണ് കോഴ്സ് പ്രോഗ്രസ് ചെയ്യണത്. നല്ല കോഴ്സാണ്. വേറെ ഏത് കോഴ്സ് എടുക്കുന്നതിന് മുമ്പ് ഈ കോഴ്സ് ഒന്ന് എടുത്ത് നോക്കൂ. കാരണം പലരും പിന്നെ വേറെ എല്ലാ ദിവസവും എനിക്ക് കിട്ടുന്ന മെസ്സേജ്, കുറേ സ്ഥലത്ത് പോയി കാശ് കളഞ്ഞത്. ഞാൻ എന്ത് ചെയ്യാനാണ്? ഞാൻ പറയുന്നില്ലേ ഇവിടെ ഈ കോഴ്സ് എടുക്കുമെന്ന്. പക്ഷേ എൻ്റെ കോഴ്സ് എടുത്ത് കാശ് പോയവരുണ്ടാവാം കേട്ടോ. അതാരാന്നറിയോ? കോഴ്സ് എടുത്താൽ മാത്രം ഇംഗ്ലീഷ് ഇമ്പ്രൂവ് ആവില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ കാര്യമൊന്നും അല്ലെന്നേ, സാധാരണ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന. പക്ഷേ ചെയ്യില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യുക? ഒരു 90 ഡേയ്സ് കൊണ്ട് നമുക്ക് സംഭവം തീർക്കണം. അല്ലാണ്ട് ഇങ്ങനെ എന്താ പറയുക, നമ്മൾ മൂക്കിൽ പല്ല് വരുന്നവരെ ഇത് വെച്ചിരുന്നിട്ട് തീർക്കാനുള്ള കോഴ്സല്ല. 90 ഡേയ്സ് കൊണ്ട് തീർക്കുക, നമ്മുടെ ഇംഗ്ലീഷ് സൂപ്പറാക്കുക, അത്ര തന്നെ. താല്പര്യം ഉണ്ടെങ്കിൽ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് 90 ഡേ കോഴ്സ് ആണെങ്കിൽ ഇമെയിൽ അയയ്ക്കുക. 30 ഡേ വാട്സപ്പ് കോഴ്സ് ആണെങ്കിൽ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. അപ്പോൾ ഇന്ന് അത്രയേ ഉള്ളൂ. ഇഷ്ടമായോ ഇന്നത്തെ വീഡിയോ? ഇഷ്ടമാണെങ്കിൽ ഇഷ്ടമായി എന്ന് അറിയിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത ദിവസം വീണ്ടും കാണാം. അതുവരേക്കും ബൈ.